ഇന്നലെ രാത്രി തുടങ്ങി ഇന്ന് രാവിലെ വരെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ചേട്ടായി തിരിച്ച് ദുബായിലേക്ക് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയണ ഒന്നും കേൾക്കില്ല. ഭയങ്കര ചീവീടിന്റെ ഒച്ചയാണ്. ഞാൻ ഇവിടെ ക്യാമറ എടുത്ത് പുറത്തേക്ക് ഇറക്കാൻ ഞാൻ അപ്പൊ തുടങ്ങും ചീവീട് ഇങ്ങനെ കിരികിരികിരിയാ ഒച്ച ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ പറഞ്ഞെന്താന്ന് വെച്ചാല് ചേട്ടൻ 2 ദിവസം കഴിഞ്ഞ് പോവാണ്. അതുകൊണ്ട് കുറച്ച് സങ്കടം. ആ സങ്കടം മാറാൻ വേണ്ടി ഇന്ന് ഉച്ചക്കത്തേക്ക് പൊതിച്ചോറ് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് പൊതിച്ചോറിന്റെ കാഴ്ചകൾ വിശേഷങ്ങൾ കാണാം. ഓക്കെ. മമ്മിയുടെ അരി അടുപ്പത്ത് ഇടാൻ വേണ്ടിയുള്ള പരിപാടികളൊക്കെ തുടങ്ങി. മഴ ആയതുകൊണ്ട് എല്ലാരും സെറ്ററും തലയെക്കെട്ടൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അല്ലേ മമ്മി? അമ്മ അപ്പൊ അവിടെ അടുപ്പത്ത് ഇടുകയാണ്. പിന്നെ മീൻ വെട്ടി രാവിലെ അമ്മ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു. അങ്ങനെ മീൻ വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി മീനിൽ മസാല തേച്ച് മീൻ വറക്കാൻ വെക്കണം. കൂട്ടത്തില് ഒരു പാവയ്ക്ക തോരനും ഒരു മെഴുക്കുവരട്ടിയും ഒരു മോരുകറിയും അച്ചാറും ചമ്മന്തി. ഇതാണ് മെനു. തിളച്ചുകൊണ്ടിരിക്കുകയാണ്. വെന്തിട്ടില്ല. അപ്പൊ അരി വെന്ത് കഴിയുമ്പോൾ വേണം മീൻ അടുപ്പത്ത് കയറ്റണം. പിന്നെ പാവയ്ക്കാത്തോരങ്ങൾ അരിഞ്ഞു വെച്ചു. പിന്നെ മെഴുക്കുവരട്ടി റെഡിയാക്കണം. അതുപോലെ തന്നെ മോരുകറിയും റെഡിയാക്കണം. മമ്മി ഇവിടെ എല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട്. നാളത്തേക്കാന്ന് തോന്നുന്നു അല്ലേ? പകത്തെ കൂടി മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടി ശരിയാക്കും. ഇന്നലെ നാളെയല്ലേ മരുമോൻ പാസം കാരണം എന്തൊക്കെയൊക്കെയോ രാവിലെ പോയി മേടിച്ചിട്ടുണ്ട്. എന്താ പറയാ, ഞാൻ ആലോചിക്കാറുണ്ടോ ഈ കുടുംബത്തിൽ എല്ലാവർക്കും അപ്പുചേട്ടനോട് ഭയങ്കര സ്നേഹമാണ്. എന്നോട് അത്ര സ്നേഹമില്ല. ഇവിടുത്തെ ആന്റിമാർക്കായിക്കോട്ടെ അങ്കിൾമാർക്കായിക്കോട്ടെ അപ്പുചേട്ടൻ വരുമ്പോഴേക്കും അങ്ങോട്ട് ചേട്ടക്ക് എന്ത് ഉണ്ടാക്കണ്ടേ, അപ്പൻ എന്ത് ഉണ്ടാക്കണമെങ്കിൽ തന്നെ. ഇപ്പൊ അപ്പുചേട്ടൻ ആകുമ്പോഴത്തേന് അങ്ങനെ കുറെ ദിവസമായല്ലോ. ആന്റി ഒരു പ്രാവശ്യം ഇല്ലൊക്കെ ഉണ്ടാക്കി തന്നു. അത് കഴിഞ്ഞിട്ട് ദിവസം പതപ്പ അടിപൊളിയായിട്ട് പതപ്പ ഇങ്ങനെ ഓലർക്ക് തന്നു. പിന്നെ അടുത്ത ദിവസം കരം ഉണ്ടാക്കി തന്നു. എല്ലാം അപ്പുചേട്ടയ്ക്കാണ്. ഞാനിവിടെ വെക്കേഷൻ വരുന്നപ്പോൾ എനിക്കൊന്നും ഉണ്ടാക്കി തരാറില്ലേ. പക്ഷെ അപ്പുചേട്ടയ്ക്ക് ഇവിടെ എല്ലാ സാധനം റെഡി മണിയായിട്ട് എല്ലാരും ഉണ്ടാക്കി വെക്കും. പുറത്ത് കൊണ്ടുപോകുന്നു, ഫുഡ് മേടിച്ചു കൊടുക്കുന്നു, പുറത്തു പോകാന്ന് പറയുന്നു. പിന്നെ വീട്ടിൽ ചെല്ലുമ്പോഴേക്കും പെട്ടെന്ന് എടുത്ത് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. ചേട്ടായിക്ക് ഇവിടെ വന്നിട്ട് ഫുൾ ട്രീറ്റ് ആണ്. ഞാൻ ഇപ്പൊ ആലോചിക്കുമായിരുന്നു, മമ്മി ഇവിടെ എന്നെക്കാളും സാധനം കൂടുതൽ ഇവിടെ ഇപ്പൊ നിലവിൽ അപ്പുചേട്ടായിക്കായി വരികയാണ്. ഞാൻ അതിൽ അത്ര സംതൃപ്തിയല്ല. അപ്പൊ എന്തായാലും ഞാൻ കറികളൊക്കെ ഉണ്ടാക്കട്ടെ. എന്നാലും എന്തായാലും പൊതിച്ചോറിന്റെ കാര്യങ്ങളൊക്കെ റെഡി ആക്കട്ടെ. എന്നെങ്കിലാണ് ഒരു 3 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു 1.5 to 2 മണിക്കൂറെങ്കിലും പൊതിച്ചോറിങ്ങനെ അതിലിരുന്നാലാണ് അതിന്റെ ഒരു ചൂടച്ചെന്ന ഇലയൊക്കെ പുഴുങ്ങി ഒരു സ്മെല്ലാവത്തുള്ളൂ. അപ്പൊ വേഗം കറിയൊക്കെ പറയാൻ ഉണ്ടാക്കട്ടെ. ഉണ്ടാക്കുന്നതിനിടയ്ക്ക് വീണ്ടും കാണാം. മമ്മി താഴെ പറമ്പില് ഇല വെട്ടാൻ പോയേക്കുവാണ്. ഇനി മുട്ടയും കൂടി പൊരിച്ചു കഴിഞ്ഞാൽ പൊതിച്ചോറിനുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇല വെട്ടിക്കൊണ്ട് വന്ന് പൊതിച്ചോറ് ഇനി സെറ്റാക്കിയാൽ മാത്രം മതി. ഇതാ ഞാനിവിടെ ഇലയൊക്കെ വാട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ കറികളൊക്കെ മുട്ടയൊക്കെ ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്യാൻ വേണ്ടി ഉള്ള കുഞ്ഞു കുഞ്ഞു ഇലകളും കൂടി വാട്ടിയെടുത്താൽ പൊതി റെഡിയാക്കാം. ഞാൻ കണ്ടിട്ടുണ്ട് ചില വീഡിയോകളിൽ നമ്മൾ ഈ വാട്ടിയ ഇലയുടെ മുകളിൽ അവർ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൂകി വിടും. എനിക്ക് തോന്നുന്നു അതൊരു പ്രത്യേക സ്മെല്ലാന്ന് തോന്നുന്നു. ഞാൻ ഇതിലും ട്രൈ ചെയ്തില്ല. അപ്പൊ ഞാൻ ഓർത്ത് പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാവും. ഈ പച്ച വെളിച്ചെണ്ണ ഇടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫ്ലേവർ ഡിഫറെൻ്റ് ആണോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചെറിയ രീതിയിലുള്ള എൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞു. ചോറുണ്ട്, പിന്നെ ഇവിടെ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട്, മുട്ട, മീൻ വറുത്തത്, മോരുകറി, പിന്നെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, പാവയ്ക്ക തോരൻ. സാധാരണ കാബേജ് തോരനൊക്കെ ആൾക്കാരിടുന്നതാണ്. പക്ഷെ എനിക്ക് ചേട്ടായിക്കൊക്കെ പാവയ്ക്ക ഇഷ്ടമാണ്. പാവയ്ക്ക തോരൻ ഉണ്ടാക്കിയത്. അപ്പൊ ചേട്ടായിക്കുള്ള ഇലയാട്ടോ ഇത്. ഞാൻ ഇലക്കകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി തൂത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ. ആദ്യം ചോറ് വിളമ്പി, എന്തോരം വേണം, കുറച്ച് വിളമ്പ് ഇത് പോരെ, കൊണ്ട് കഴിക്കത്തില്ല. ചോറ് വിളമ്പി, പിന്നെ ഇത് നമുക്ക് പിന്നെ അതിലേക്ക് കുറച്ച് തോരൻ, പാവയ്ക്ക തോരൻ, പിന്നെ നമ്മൾ കുറച്ച് മെഴുക്ക് വരട്ടി സൈഡിൽ വെക്കാം. കുറച്ച് മെഴുക്ക് വരട്ടി വെച്ചു. പിന്നെ ഇല പൊതിഞ്ഞ് കെട്ടുന്നില്ല, ഇല പൊതിഞ്ഞ് കെട്ടാം. അല്ല മറ്റേക്കോട് ചെയ്യാം. കുറച്ച് ചമ്മന്തി വെച്ചു. ഇനി നമുക്ക് മുട്ടയും ഇതുകൂടി സെറ്റ് ചെയ്യാം. പൊതിയാൻ പോവാണ്. ഇനി കൂട്ടി വേണ്ടേ പൊതിയാൻ? ഇതിൻ്റെ കൂടെ നമ്മൾ മോരുകറിയും കൂടി വരും. അതിപ്പോഴില്ല. പിന്നെ
നമ്മൾ പൊതിഞ്ഞ് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ പൊതിച്ചോറ് കഴിക്കണമെന്ന്. പണ്ടൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ എപ്പോഴും ഇല്ല, വാഴയിലൊക്കെ അങ്ങനെ ഒരുപാടൊന്നും വാഴയൊന്നും നമ്മുടെ വീട്ടിൽ കൂടെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഉള്ള സമയത്തൊക്കെ വല്ലപ്പോഴും, പ്രത്യേകിച്ച് സ്കൂളിൽ പോകുമ്പോഴല്ല കേട്ടോ, നമ്മൾ ഈ കലോത്സവങ്ങളിലൊക്കെ പോകുമ്പോൾ വീട്ടിൽ നിന്ന് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകും. ഒരു പൊതിച്ചോറായിരിക്കും കൊണ്ടുപോകുന്നത്. ഞാൻ ഓർക്കുന്നില്ല, വഴുത്തലയില്ല പൈങ്കുളത്ത് ഒരു ദിവസം കലോത്സവത്തിനൊക്കെ പോയ സമയത്ത് പൊതിച്ചോറ് ഉണ്ടാക്കിക്കൊണ്ട് പോയി. എന്നിട്ട് ഞാനും മമ്മി ആ പൊതിച്ചോറിൽ നിന്ന് തന്നെ കഴിക്കും. അങ്ങനെ പൊതിച്ചോറ് കഴിക്കാൻ റെഡിയാണ്. അപ്പോൾ ചേട്ടേ കറി ഞാൻ തട്ടിക്കൂട്ട് കുറച്ച് കറികൾ ഉണ്ടാക്കിയത്, അങ്ങനെ ഒന്നും സ്പെഷ്യൽ. ഇരുന്നിട്ട് കഴിക്കുക സാരമില്ല. അപ്പൊ കഴിക്കുന്ന തൽക്കാലം കരള് വൈകുന്നേരത്തേക്ക് റെഡിയാവും. മുട്ടയുണ്ടല്ലോ, മുട്ട എടുത്തില്ല, ഇത് മുട്ടയാ. അമ്മി വാ കഴിക്കാൻ വാ. കഷ്ടം ഉണ്ടായിരുന്നു കേട്ടോ, എന്ത് സാധനം. ശരി എന്നാല് എങ്ങനെയുണ്ട് അപ്പൊ ചേട്ടായി? ചേട്ടായിക്ക് തന്നെ കരള് വേണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ കരള് മമ്മി കുറച്ചായിട്ട് ഇത്തിരി എടുത്ത് ഫ്രൈ ചെയ്ത് കൊണ്ടുവന്ന. ശരിക്കും ആയില്ലായിരുന്നു, ചൂടി ഫ്രൈ ആവാറുണ്ട്. വരളാറുണ്ട് കുറെ കിടന്ന്, അടുപ്പത്ത് കിടന്ന് ഗ്യാസിൽ, പക്ഷെ ഗ്യാസിലില്ല, അടുപ്പത്ത് കിടന്ന്. അങ്ങനെ ഞങ്ങളുടെ സദ്യ ഓൾമോസ്റ്റ് ഫിനിഷ് ആവാൻ പോകുന്നു. മമ്മി ഇപ്പഴാ കഴിക്കാൻ വന്നേ അല്ലേ അമ്മേ? സദ്യ കഴിച്ചോ അല്ലെ? വളരെ സ്വാദിഷ്ടമായ സദ്യ. ഓക്കെ, ടാറ്റ പറഞ്ഞേ. ചേട്ടാക്ക് ഇറങ്ങിയില്ല. വയററിയാതെ കഴിക്കാന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയെത്തി. അപ്പൊ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.